ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിലെ മൂന്നാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റ് രണ്ട് പാർട്ടികൾ കാണാത്തവരും അത് കണ്ടിട്ട് ഇത് കാണുക കേട്ടോ. ഗുണ കേവിലോട്ടാണെന്നും പറഞ്ഞ് ഗൂഗിൾ മാപ്പ് നമ്മളെ ഒരു ചെറിയ ഇടവഴി കൂടെ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ഹെയർ പിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേടത്ത് നമ്മൾ വന്ന വഴിയിൽ വലിയ ഹെയർ പിന്നൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഹെയർ പിന്ന് കിട്ടി. പക്ഷേ റോഡ് ഭയങ്കര വീതി കുറവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി റിസ്ക്കാണ്. ഇങ്ങനെയുള്ള റോഡിലൊക്കെ ഹെയർ പിൻ ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഭയങ്കര ഒരു ഹെയർ പിന്നാണെന്നാണ് തോന്നുന്നു. ഭഗവാനി കൃഷ്ണ നാരായണ മുകിന്ദ ജനാർദ്ദന. അയ്യോ അയ്യോ അയ്യോ, ബ്രേക്ക് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബ്രേക്ക് പിടിച്ചാൽ വണ്ടി തെന്നും. എത്ര ABS ഉണ്ടെന്ന് പറഞ്ഞാൽ സ്ലോ സ്പീഡ് ബ്രേക്ക് പിടിച്ചാൽ ടയർ ലോക്കാവും. ഹെയർ പിൻ അല്ലെങ്കിലും ഒരു വി വളവാണ്, വി പോലുള്ള വളവാണ്. കാരണം അവിടെ ചരൽ മൊത്തത്തിൽ ഇളകിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോ സ്പീഡിൽ ബ്രേക്ക് ഫുള്ള് പിടിക്കാൻ പറ്റത്തില്ല. പിടിച്ചു കഴിഞ്ഞാൽ ടയർ ലോക്കാവും. ABS പ്രവർത്തിക്കണമെങ്കിൽ തന്നെ വണ്ടി ഒരു മിനിമം സ്പീഡിൽ ഓടിയെങ്കിലേ ABS പ്രവർത്തിക്കത്തുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അപ്പോൾ കുത്തനെയുള്ള ഇറക്കത്തിലൊക്കെ ഇങ്ങനെ അത് ഏത് വണ്ടിയാണെങ്കിലും പണിയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ടയർ ലോക്കാവാത്ത രീതിയിൽ പിടിച്ചുകൊണ്ടെങ്കിൽ വരിക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ഉള്ള മെറ്റിലല്ല, റോഡിൻ്റെ ടാറിങ് മൊത്തം ഇളകി കിടക്കാന്നേ. ഒരുപാട് പശുവുമ്പുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളിൽ. ഭഗവാനി കൃഷ്ണ നാരായണ മുകുന്ദ ജനാർദ്ദന. അയ്യോ, പശുവുമ്പ ഒന്നും അഗ്രസീവ് അല്ല. ചെറിയൊരു ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. പക്ഷേ കൊടുങ്കാടൊന്നും അല്ല, പക്ഷെ ഒരു കാണാനൊരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റൂട്ടാണ്. സംഭവം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. മരങ്ങളുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചുകൂടെ തണുപ്പ് നമുക്ക് കിട്ടുന്നുണ്ടേ. ശ്വാസം ഒന്ന് വലിച്ചെടുത്തപ്പോൾ അന്നനാളം വരെ മരവിച്ചു പോയി. ശ്വാസനാളം വരെ മരവിച്ചു പോയി. അമ്മാതിരി തണുപ്പ് ഉള്ളിലോട്ട് വലിഞ്ഞ് കയറിപ്പോയെ. നെഞ്ചിനകത്തൊരു വിക്സ് വലിച്ചൊരു സുഖം കേട്ടോടി. ഈ വിക്സ് മൂക്കിനകത്തോട്ട് വലിക്കത്തില്ലയോ, അപ്പം നെഞ്ചിനകത്തൊരു തണുപ്പ് കിട്ടത്തില്ലയോ? ആ ഒരു ഫീല് ശ്വാസം ഒന്ന് വലിച്ചപ്പം. മര്യാദയ്ക്ക് വെക്കണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഹെൽമെറ്റ് വെക്കാൻ. ഒരു പൊട്ടി ഭാരം താങ്ങാൻ വയ്യാന്നും പറഞ്ഞ് ഹെൽമെറ്റ് എടുക്കാതെ വന്നു. പാവം പിടിച്ചോളൂ. ഇവിടുന്ന് ഇടത്തോട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇടത്തോട്ടാണ്. KL വണ്ടിയൊന്നുമില്ല, KL 41. KL വണ്ടി കൂടുതൽ. എല്ലാവരും ഗുണ കേവ് കാണാനാണ് KL വണ്ടികളെല്ലാം സീറിപ്പാഞ്ഞ് വരുന്നത്. ഗുണ കേവ് കാണാൻ വേണ്ടി ഓടി വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നത് കേട്ടോ. കാരണം ഈ ട്രാവലർ KL ആണ്. അവിടെ രണ്ടാവന്മാർ നോക്കുന്നത്. അതിൽ ഒരുത്തന് കാക്കി ഷർട്ടാണോ എന്നൊരു സംശയം. ഇവിടെയുള്ള പോലീസുകാരന്മാർ യൂണിഫോമിൻ്റെ പുറത്ത് ജാക്കറ്റ് ഇട്ടേക്കുന്നുണ്ടേ. ഈ പോലീസ് അമ്മമാരാണോ എന്നൊരു സംശയം നമുക്ക് വരും. നമ്മൾ വല്ല നാട്ടിലും പോയി ഇങ്ങനെ ഏണി പിടിച്ച് വെക്കരുത്. അല്ലേലും അന്യ സംസ്ഥാനത്ത് നിന്ന് അന്യ നാട്ടിൽ നിന്നൊക്കെ വന്നേക്കാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളെ ചുമ്മാ ഇട്ട് വരട്ടാനൊക്കെ അങ്ങനെയൊക്കെ കുറേ മൈൻഡുള്ള കുറേ ഡാഷ് മക്കളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അതിനൊരു അവസരം ഒരുക്കരുത്. എന്ന് വെച്ചാൽ നമ്മളവരെ വല്ല നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളവരെ പേടിച്ച് മാറുന്നു എന്നല്ല. കാരണം നമ്മളൊരു സ്ഥലം ആസ്വദിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ലക്ഷ്യത്തോടു കൂടി വരുമ്പോൾ ആ ഒരു ലക്ഷ്യമല്ലേ നമ്മൾ നിറവേറ്റണ്ടേ. അല്ലാതെ ഇത് തമിഴ്നാട് വണ്ടിയാണ്. എൻ്റെ മോന് ഗ്രൗണ്ടാണല്ലേ. എന്ത് രസമാണ് കാണാൻ. ഒരു സ്ഥലമുണ്ട് അത് മറ്റേ ഇല്ല, അത് പൂണ്ടി. അത് നാളെ പോവാം. നമുക്ക് പൂണ്ടിയിൽ പോകണം. പൂണ്ടിയിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട്. പൂണ്ടിയല്ല, കൂഗൽ ഒരു റീൽ ഞാൻ കണ്ടു. ദിസ് ഈസ് നോട്ട് സ്കോട്ട്ലൻഡ്, ദിസ് ഈസ് കൂഗൽ. ആ ഒരു സ്ഥലത്ത് പോകണം. അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ ഒന്നും ഊട്ടി, കൊടൈക്കനാൽ ഇവിടെ നമുക്ക് ഈ മറ്റേ 1 ലിറ്ററിൻ്റെ കുപ്പിവെള്ളം കിട്ടത്തില്ല. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ 1 ലിറ്ററിൻ്റെ കുപ്പിവെള്ളം എല്ലാം നിരോധിച്ചിട്ട്. എൻ്റെ മോനെ ഇത് നോക്കിയേ, അടിപൊളി സ്ഥലം. ഇതൊന്നും അല്ല ഗ്രീൻ വാലി ആണോ? എന്നാൽ നമുക്ക് ആദ്യം ഗുണ കേവിൽ പോയിട്ട് ആന്നില്ലേ, രണ്ടും ഒന്ന് തന്നെ. നമുക്ക് ഗുണ കേവിൽ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാം.
ഇതാണ് ഗ്രീൻ വാലി. എല്ലാം നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണേണ്ടതായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഒറ്റ റൂട്ട് തന്നെ, അല്ലെങ്കിൽ വലിയ ദൂരമില്ലാതെ അടുത്തടുത്തൊക്കെ തന്നെ. നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ കുറേ കിടന്ന് കറങ്ങി തിരിഞ്ഞൊന്നും വരേണ്ടതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ആവശ്യകതയും. ചെക്ക് പോസ്റ്റാ ഗുണ കേവിലോട്ട് ഈ വഴി അല്ലേ? എന്ത് രസം നോക്കിയാൽ കാണാൻ. വൺ വേ ആണോ? ഒന്നുമില്ല. ഇത് വൺ വേ എന്നൊക്കെ എഴുതി കാണിച്ച്. പിന്നെ ചെക്ക് പോസ്റ്റ്. അപ്പം അവർ ചോദിച്ചത് സിഗരറ്റ്, ലൈറ്റർ, മാച്ച് ബോക്സ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. പിന്നെ നമുക്ക് അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മളെ കയറ്റി വിട്ട് പൊക്കോന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായിരിക്കാം. റൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി റൂട്ട്, എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളി റൂട്ടെന്ന് വെച്ചാൽ റോഡല്ല, ആ ഒരു വ്യൂ നോക്കിയേ. രണ്ട് സൈഡിൽ എന്തൊക്കെ തരം മരങ്ങളാണോ എന്താ, മരങ്ങൾ കാണാൻ തന്നെ ഒരു പ്രത്യേക അഴകാണ് കേട്ടോ. അമ്മേ, ഇവിടെയും പോലീസുകാരുണ്ടല്ലോ കർത്താവേ. ഇവിടെ ഇനി എന്തുവാണോ പരിപാടി? പില്ലർ റോക്ക്, ഗാർഡൻ, ഗുണ കേവ്, എല്ലാ സാധനവും ഇവിടെയൊക്കെ തന്നെ. പൈസ കൊടുക്കണം കേട്ടോ. ഇവിടെ രണ്ട് പിരിവുണ്ടെന്ന് തോന്നുന്നു, എന്തുവെന്നറിയാൻ വയ്യ. എത്ര രൂപയാണോ എന്ത്? ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് ഇവിടെ ആയിരിക്കും. ഏ 20 രൂപ. ടിക്കറ്റ് ഉണ്ട്. പറഞ്ഞോ? ഇത് വൺ വേ അവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടില്ലേ? അപ്പം നമ്മൾ ഓരോന്ന് കണ്ടായിരിക്കണം പോകണ്ടേ അല്ലേ? അതെന്തൊക്കെയൊക്കെ ആവട്ടെ. ഇല്ല, കണ്ടില്ല. എടേ വ്യൂ പോയിന്റ് ഉണ്ടേ. ഗ്രീൻ വാലി എന്ന് പറഞ്ഞാൽ പച്ച മൈതാനം അല്ലേ ഗ്രീൻ വാലി. ഇവിടെ ഇനി എന്തുവാ? എത്ര ചെക്ക് പോസ്റ്റ് ആക്കുന്ന ഒരു കേക്ക്. ഗുണ കേവ് കാണാൻ അവന്മാരെല്ലാം അടച്ചുകൂട്ടി വെച്ചേക്കാണ്, കാണാനും പറ്റത്തില്ല. വെൽക്കം ടു പില്ലർ റോക്ക്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചൂടെ? അയാളാണെങ്കിൽ നല്ല രസമുണ്ട് ഇല്ലയോ? വണ്ടി ഇവിടെ എങ്ങനെ കൊണ്ട് കളഞ്ഞിട്ട് പോയല്ലോ. അയ്യോ, നേരെ നോക്കിയടി. അയ്യോ എൻ്റെ ഭഗവാനെ, ഈ വണ്ടി ഞാൻ അവിടെ കൊണ്ട് വെക്കും. യെസ്, എന്ത് രസം സാധനം നോക്കി. ഇറങ്ങടി പട്ടി. എവിടെ ഓടുന്നത്? ഗൈസ്, ഈ കൊടൈക്കനാലിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ വാലി വ്യൂ പോയിന്റ്, പില്ലർ റോക്ക്, ഗുണ കേവ്, മോയിർ പാർക്ക്, ഇതെല്ലാം ഒരു ഒറ്റ റോഡിൽ സർക്കിൾ അടിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അതായത് കൊടൈക്കനാൽ ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ചെറിയ റോഡിൽ കൂടെ സർക്കിൾ അടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് കൊടൈക്കനാൽ ടൗണിൽ തന്നെ വരും. ഈ റോഡിലെല്ലാമാണ് ഈ വ്യൂ വരുന്നത്. അതായത് ഒറ്റ വ്യൂ പോയിന്റ് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് പല ആംഗിളിൽ നിന്ന് കാണുന്നതാണ്. പില്ലർ റോക്കിൻ്റെ ആയിക്കോട്ടെ, ഗുണ കേവിൻ്റെ ആയിക്കോട്ടെ, മോയിർ പാർക്കിൻ്റെ ആയിക്കോട്ടെ, ഈ ഒരു വ്യൂസ് എന്ന് പറയുന്നത്. പക്ഷെ പല ആംഗിളിൽ നിന്ന് കാണുമ്പോഴും പ്രത്യേക ഭംഗിയാണ്. ഇതാണ് പില്ലർ റോക്ക് എന്ന് പറയുന്നത്.
വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. മേഘങ്ങൾക്ക് മേലെ നിൽക്കുന്നൊരു ഫീലാണ്. നമ്മൾ പല വ്യൂ പോയിൻറ്റ്സിലും പോയിട്ടുണ്ടെങ്കിലും എന്നെ ഇത്രത്തോളം പിടിച്ചു കുലിക്കിയ ഒരു വ്യൂ പോയിൻറ്റ് വേറെ ഇല്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് മേഘങ്ങൾക്ക് മേലെ നിൽക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത്. ഞങ്ങൾ വന്ന കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ആ ഒരു ടൈമിലുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യാം, ഈ കോട കയറി പില്ലർ റോക്ക് മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ടൈം ലാപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇട്ടുതരാം. എൻ്റെ മോന് രക്ഷയില്ല. പില്ലർ റോക്ക് വേറെ ലെവലാണ്. നിങ്ങൾ കൊടൈക്കനാലിൽ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പില്ലർ റോക്ക് മിസ് ചെയ്യരുത്. കുറച്ച് സമയം അവിടെ നിൽക്കണം. ആ ഒരു കോട കൂടിയും കുറയൊക്കെ ചെയ്യുന്നത് കണ്ടു മനസ്സിലാക്കണം. അത് ആ കോട ഇല്ലാത്തൊരു സമയത്തുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ആ മേഘങ്ങൾ ഇങ്ങനെ നമുക്ക് താഴെ, നമ്മൾ മേഘത്തിന് മുകളിലാണ്. അന്യായ ഫീലും. ശരിക്കും ഞെട്ടിപ്പോയി, സർപ്രൈസ്ഡായിപ്പോയി. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ കുറച്ച് പരിമിതികളാണ്. കാരണം ഇത്രയും മനോഹരമായ വ്യൂ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ, ആദ്യം ആകെപ്പാടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഫോട്ടോ എടുക്കാനായിട്ട്, ആ ഒരു നിൽക്കാനുള്ള സ്ഥലം. അപ്പോൾ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കണം. ഭഗവാനെ, എനിക്കൊരൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വണ്ടികളൊക്കെ അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും? ഗുണാക്കേവാ ഇത്. ഈ സാധനം ഞാനിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് വെക്കണമല്ലോ. ഗുണാക്കേവ് രാണ്ടേ. ഇത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇല്ലയോ? വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരരുതായിരുന്നു. അരുതരുതായിരുന്നു. അപ്പോൾ അരുതരുതായിരുന്നു. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ബൈക്ക് വെക്കാനുള്ള സ്ഥലം ഇല്ലേ അളിയാ? ഇവിടെ കാണാൻ കൊണ്ട് ഇറക്കി വെച്ചാലോ അങ്ങ്. ഇവിടെ ഒക്കെ അല്ലേ? വേറെ ഒറ്റ ബൈക്കില്ല ഇവിടെ എങ്ങും. ബൈക്ക് വന്നാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ സിനിമ ഇനി കണ്ടേന്നോ? സൗബിൻ്റെ സിനിമ കണ്ടില്ലേ? ബെസ്റ്റ്. മഞ്ഞുമൽ ബോയ്സ്. ഒരു കല്ല് വേണമല്ലോ. ഇനി കല്ലെടുത്തോണ്ടോ, ഞാൻ ഗോപ്രോ ഉരട്ട്. പില്ലർ റോക്ക് കഴിഞ്ഞ അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് ഗുണാക്കേവാണ്. വളരെ കുറച്ച് കഷ്ടിച്ച് 1 കിലോമീറ്റർ തികച്ചില്ല. പോകുമ്പോൾ തന്നെ വഴിയരികിൽ ഇതേപോലെ ബസ്സുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ബൈക്ക് വെക്കാനായിട്ട് പ്രത്യേകം പ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, പാർക്കിംഗ് ഗ്രൗണ്ട് അങ്ങനെയൊന്നുമില്ല. റോഡ് സൈഡിൽ തന്നെ ബസ് അടക്കം നിർത്തിയിട്ടിരിപ്പുണ്ട്. എവിടെയെങ്കിലും സേഫായിട്ട് കൊണ്ട് ബൈക്ക് വെക്കുക. ഓക്കെ, വിലയെടുപ്പുള്ള സാധനങ്ങളൊന്നും ബൈക്കിനകത്തൊന്നും വെച്ചിട്ട് പോകാതിരിക്കുന്നതായിരിക്കും സേഫ്. ഇതാണ് ഗുണാക്കേവിൻ്റെ ഒരു എൻട്രൻസ് തന്നെ ഒരു ഗുഹ പോലെയാണ്. ഗുഹയ്ക്ക് മേളിൽ ഒരു വവ്വാലിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. പിന്നെ ഗുണാക്കേവ് എന്ന് എഴുതി വെച്ചിരിപ്പുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കയറി പോകാനും തിരിച്ചിറങ്ങി വരാനായിട്ട് 2 വാതിലുകളാണുള്ളത്. ഇവിടെ നമുക്ക് 20 രൂപ ടിക്കറ്റ് എടുക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കിൾ അടിച്ച ഒരു റോഡിൽ കൂടെ നമ്മൾ വരുന്നത്. ഒരു റോഡിൽ കൂടെ സർക്കിൾ അടിച്ചിട്ടാണ് വരുന്നത്. ആ ഒരു റോഡ് സൈഡിൽ തന്നെയാണ് എല്ലാ വ്യൂ പോയിൻറ്റ്സും ഉള്ളത്, ഗുണാക്കേവ് അടക്കം. എല്ലായിടത്തും നമ്മൾ 20 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ഇവിടെ നിൽപ്പുണ്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ആൾക്കാർ. അപ്പം 20 രൂപ കൊടുത്തിട്ട് നമുക്ക് അവിടുന്ന് മേലോട്ട് കയറാം. പൈൻകാടിൻ്റെ നടുക്കൂടുള്ളൊരു ചെറിയൊരു വഴിയാണ് കേട്ടോ. നല്ല രസമാണ്, നടന്നു പോകാനൊക്കെ നല്ല രസമാണ്. ഒരുപാട് കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാക്സിമം പുറത്തെടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. കാരണം കുരങ്ങന്മാരുണ്ട്, കൂട്ടത്തോടെ വന്ന് ബാഗ് അടക്കം പിടിച്ച് പറിച്ചുകൊണ്ട് പോകും. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് ഒരു ചേച്ചിയുടെ മണി ബാഗ് എടുത്ത് മേളിൽ കൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആ പൈസ താഴോട്ട് കുരങ്ങൻ വാരി വലിച്ചെറിയുന്നു. ആ ചേച്ചി നിന്ന് നിലവിളിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫുഡ് കാര്യങ്ങളൊന്നും പുറത്തെടുക്കരുത്. ഇതാണ് ഗുണാക്കേവിൻ്റെ ഒരു ആംബിയൻസ്. നിങ്ങൾ ആ ഒരു ശരിക്കുള്ളൊരു ഓഡിയോ ഒന്ന് കേട്ട് നോക്കിയേ. എന്തോ പയ്യെ ഇറങ്ങി. അവന്മാരെല്ലാം കയറി അവിടെ കയറി ഫോട്ടോ എടുക്കട്ടെ. അതിലേ കയറി പോണ്ടേ? അതിലേ കയറി പോയി ഇതിൽ ഇറങ്ങി വരുമോ? സ്ഥലം ഇതിലേ കയറി പോണോ? അതുള്ള
കേട്ടില്ലേ, നല്ല കൂവലും ബഹളവുമാണ് അവിടെ, നല്ല രസമാണ്. അതായത് ഒറ്റയ്ക്ക് ഒക്കെ പോകുന്നതിനേക്കാളും നല്ല ഫാമിലി ആയിട്ടൊക്കെ പോകുന്നതിനേക്കാളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അവിടെ ഇതേപോലെ ഒരുപാട് ഗ്രില്ലുകൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ല, അതെല്ലാം നല്ല വലിയ കുഴികളാണ്, പാറയിടുക്കിലുള്ള ഇടുക്കുകളാണ്, വലിയ ആഴമുള്ള നല്ല കുഴികളാണ്. ആൾക്കാരതിനകത്ത് വീഴുന്നത് പതിവായതുകൊണ്ടായിരിക്കണം എല്ലാ ഹോളും ഗ്രില്ലടിച്ചിട്ടിരിക്കുകയാണ്. നമുക്കതിന് മുകളിൽ കൂടെ നടന്നു പോകാം, അത്യാവശ്യം സ്ട്രോങ് ആണത്. പിന്നെ നമുക്ക് വ്യൂ എന്നൊക്കെ പറയാൻ ഏറ്റവും മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ രീതിയിലാണ്ട് ഇതാണ് ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ പാറയിടുക്കിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ നേരത്തെ പില്ലർ റോക്കിൽ നിന്ന് കണ്ടില്ലേ, അതിൻ്റെ വേറൊരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ ഒരു സാധനം. നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു ഭാഗത്തൂടിയാണ് നമ്മളിൽ മൂവിയിൽ കണ്ട അവർ ഇറങ്ങിപ്പോയത്. ഇതിലെല്ലാം നേരത്തെ കാണിച്ചത്. ഇത് നമ്മുടെ ഗ്രില്ലിൻ്റെ അകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ട മേഘങ്ങൾക്ക് മേലെ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഫീലാണ്. കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് വ്യൂ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇതിന് ഒരു വാച്ച് ടവറുണ്ട്. ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു വ്യൂ ആസ്വദിക്കാൻ പറ്റും. നല്ല തിരക്കായിരിക്കും, കുറച്ച് സ്പേസേ ഉള്ളൂ വാച്ച് ടവറിൻ്റെ മുകളിൽ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വലിയ ടാസ്ക്കാണ്. കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ചുറ്റും നോക്കിക്കഴിയുമ്പോൾ ഗുണ കേവിലുള്ളൊരു കാഴ്ചയാണ്. ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വ്യൂ ഉള്ളിടത്തെല്ലാം ഗ്രില്ലടിച്ച് വെച്ചിരിപ്പുണ്ട്. ഇതാണ് വാച്ച് ടവറിന് മുകളിൽ നിന്നുള്ളൊരു കാഴ്ച. ശരിക്കും നമ്മൾ മേഘത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. ഇവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. കാരണം നമ്മുടെ പുറകിൽ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുകയാണ്. നമ്മളുടെ അവസരം കഴിഞ്ഞിട്ട് അവർക്കുള്ള അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അത്രയ്ക്ക് തിരക്കാണ്. ഒരുപാട് വിസ്തൃതിയിലൊന്നും അല്ല വ്യൂ ഉള്ളത്, വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ്. നിങ്ങളൊന്ന് നോക്കി, കണ്ണ് തള്ളിപ്പോകുന്ന കാഴ്ചയല്ലേ. മുകളിലാണെങ്കിൽ മേഘത്തിൻ്റെ ഒരു ലെയർ, താഴെയാണെങ്കിൽ മേഘത്തിൻ്റെ വേറൊരു ലെയർ. ആ താഴത്തെ ലെയറിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കിയേ. ഗുണ കേവ് കഴിഞ്ഞാൽ പൈൻ ഫോറസ്റ്റ് ആണ്, തൊട്ടടുത്ത് തന്നെയാണ് പൈൻ ഫോറസ്റ്റ്. നമ്മൾ അവിടെ കയറിയിട്ടില്ലായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്ക്. ഇതാണ് മോയിർ പാർക്ക് എന്ന് പറയും. ഇവിടെയും സെയിം വൈബ് തന്നെയാണ്. ആ നേരത്തെ കണ്ട പില്ലർ റോക്കിൽ നിന്നുള്ള വ്യൂവിൻ്റെ വേറൊരു ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഇതാണ് മോയിർ പാർക്ക്. ഇവിടെയും അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ നമുക്ക് 20 രൂപ പോയിന്റിൽ 20 രൂപ റേറ്റിൽ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ മതിലിന് ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ പൊക്കം കുറവ്. അവിടെ നിന്നാൽ ഈ ഒരു വ്യൂ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എല്ലാം നമുക്ക് ഒരു ഒറ്റ വ്യൂ ആണ്, ഒരൊറ്റ വ്യൂ പോയിൻറ്റിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള വ്യൂസാണ് നമുക്ക് ഇവിടെ നിന്നെല്ലാം കിട്ടുന്നത്. അതായത് നമ്മൾ ആദ്യം പോയ ആ ഒരു റോക്ക് എന്തുവാ പേരെന്തോ പില്ലർ റോക്കിൽ, പിന്നെ ഇവിടെ പോയ പിന്നെ ഗുണ കേവ് നിൽക്കുമ്പം, പിന്നെ മോയിർ പാർക്ക് വരുമ്പം ഇതെല്ലാം ഒരു ഒറ്റ വ്യൂ പോയിൻ്റാണ്. ഈ ഒരു ഒറ്റ ഇതേ വ്യൂ പോയിൻ്റ് തന്നെ ആയിരിക്കും നമുക്ക് ഗ്രീൻ വാലിയിലും കിട്ടുക. ഞങ്ങൾ ഗ്രീൻ വാലി ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. ഇത് വൺ വേ ആണ്. നിങ്ങൾ ഗ്രീൻ വാലി, പില്ലർ റോക്ക്, ഗുണ കേവ്, പൈൻ ഫോറസ്റ്റ്, മോയിർ പാർക്ക് ഇവിടെ എല്ലാം വരാൻ വേണ്ടിയിട്ട് വൺ വേ ആണ്. ഒരു സർക്കിൾ അടിച്ചിട്ട് വരാം നമുക്ക്. അതായത് ഗ്രീൻ വാലിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി കറങ്ങി തിരിച്ച് നമ്മൾ വീണ്ടും ഗ്രീൻ വാലിയുടെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും ചെന്ന് കയറുക. ഒരു ഒറ്റ റോഡിൽ വൺ വേ ആയിട്ടാണ്, ഒരു സർക്കിൾ രൂപത്തിലാണ് ഇത്രയും വ്യൂ പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കൊടൈക്കനാലിലെ പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റ്സ് ഏരിയാസ് ഇതൊക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പം നമുക്കൊരു 3-4 മണിക്കൂർ ധാരാളമാണ് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട്. ആരും മിസ്സാക്കരുത്. ഇപ്പോൾ അടുത്തൊരു ചെക്ക് പോസ്റ്റ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് മോയിർ പാർക്ക് കഴിഞ്ഞതിന് ശേഷം. ഇതിപ്പോൾ പൂമ്പാറ ടെമ്പിളാണ്. പൂമ്പാറ ടെമ്പിൾ ഇവിടുന്ന് 13 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇവിടുന്ന് ഇപ്പോൾ എങ്ങോട്ടാണ് പോകണ്ടേ? ഏതാ ബോർഡ്? ഏതാ അങ്ങോട്ടാണോ? ആർക്കറിയാം? അങ്ങ് വഴി എത്തി. 2 റോഡുണ്ട് കേട്ടോ. അവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ഇരിപ്പുണ്ട്. പുള്ളിക്കാരാണെങ്കിൽ വഴിയും കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അപ്പം ആന്നില്ലേ? ഓക്കെ. അപ്പം ഇത് തന്നെയാണ് വഴി. മറ്റൊരു ചെറിയ വഴി ലെഫ്റ്റിലേക്ക് കിടക്കുന്നത് ഏതൊരു അമ്പലത്തിലേക്കുള്ള വഴി. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. സംശയം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. പുള്ളിക്കാരൻ ഇങ്ങോട്ട് പറഞ്ഞു തരുമോ? സൈൻ ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ല. അവൻ അമ്പലത്തിലേക്കുള്ള ബോർഡാണ്, വഴിയാണെന്ന് പറഞ്ഞ് ചെറിയൊരു സൈൻ മാർക്ക് അവിടെ കൊടുത്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ 2 ബൈക്കേഴ്സ് എടുത്തുകൊണ്ട് പോയത് കണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോയത് കണ്ട് എൻ്റെ പുറകിൽ ഇരുന്ന കാറുകാരൻ നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്.